ഹലോ, ഗീതാസ് വിഷ്വൽസിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ കൂടിയൊക്കെ കണ്ട അതേ സ്ഥലമാണ് ഇത്. അപ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ഹായ്. അപ്പം ഇവിടെയായിരുന്നു നമ്മളെ റിവർ ഫെസ്റ്റിവലൊക്കെ നടന്നു കേട്ടോ. മലബാർ റിവർ ഫെസ്റ്റിവലില്ലേ കഴിഞ്ഞ ദിവസം നടന്ന കയാക്കിംഗ് ഒക്കെ. ഇവിടെ ഒരുപാട് വിദേശത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു തുമ്പിനെ കണ്ടോ? ഇത് എവിടുന്ന് വന്നാന്നറിയില്ല, കണ്ടോ, പറന്നുപോയി. അപ്പോൾ ഇതാ ഇവിടെ നമ്മളെ ഇന്ത്യയിൽ നിന്ന് വന്ന ആൾക്കാരും ഉണ്ട്, നമ്മളെ കേരളത്തിൽ നിന്ന് മലയാളികൾ വരെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ. അപ്പം ഇവിടെ ഇതിൻ്റെ കോച്ചിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ വണ്ടികളിലൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളെ ഈ കയാക്കിങ്ങിൻ്റെ അവരെയും കയാക്കർമാരുണ്ടല്ലോ, അപ്പോൾ മത്സരത്തിന് പോയിട്ട് താഴെ ഫിനിഷിംഗ് പോയിൻ്റ് അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആവശ്യങ്ങൾക്കാണ് കേട്ടോ ആ വണ്ടിയിലൊക്കെ ആൾക്കാർ പോകുന്നത്. അപ്പോൾ പല സന്നദ്ധ സംഘടനകളുണ്ട്, പിന്നെ ഹരിതകർമ്മസേന ഉണ്ട്, കണ്ടില്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്ന് ഫൈനലാണ്. അപ്പോൾ ഈ മത്സരം നടക്കേണ്ടത് നമ്മുടെ പുല്ലൂരാമ്പാറയിലെ ഇലന്തുകടവിലായിരുന്നു. അപ്പം നല്ല മഴയായതുകൊണ്ട് ഈ സ്ഥലം ഫൈനലും കൂടി പുലിക്കയത്തേക്ക് തന്നെ വെച്ചതാട്ടോ. എല്ലാ പ്രാവശ്യവും നടന്നത് അവിടെ ഇലന്തുകടവിലായിരുന്നു, പുല്ലൂരാമ്പാറയത്തെ. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ മഴ കുറവായതുകൊണ്ട് അന്ന് വെള്ളമില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഓഗസ്റ്റിലായിരുന്നു. അപ്പം അങ്ങനെ അവിടെ ആണ് നടക്കുക എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടൊക്കെ കുറേ പേര് പോയിട്ടു. അവിടുന്ന് തിരിച്ചു പോകുന്ന ആൾക്കാരാണ് കുറേ പേര്. മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പുകളിലൊക്കെ. എന്നാലും ഇപ്പോൾ എല്ലാ പ്രാവശ്യവും നടക്കുന്നത് അവിടെയാണല്ലോ, ഇലന്തുകടവിൽ. അങ്ങനെ ഇവിടെ ആട്ടോ സ്റ്റാർട്ടിങ് പോയിൻ്റ് വരുന്നത്, കണ്ടില്ലേ. അവിടുന്ന് ആ മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് കയറിപ്പോവും, എന്നിട്ട് ആ മുകളിൽ നിന്ന് താഴോട്ട് പുഴയിലേക്ക് ആണ്, അവിടുന്നാണ് തുടക്കം. ഫിനിഷ് ചെയ്യുന്നത് മറ്റേ ഈ പാലമുണ്ട്, പുലിക്കത്തെ പാലത്തിൻ്റെ അതും കഴിഞ്ഞ് പഴയ പാലമുണ്ട്. പഴയ പാലം കാണാനൊന്നുമില്ല കേട്ടോ, അവിടെയാണ് അതിൻ്റെ ഫിനിഷിങ് പോയിൻ്റ്. അപ്പോൾ ഇതുപോലത്തെ ഇങ്ങനത്തെ ഇതിലാട്ടോ നടത്തുന്നത്. ഇവിടെ മറ്റേ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ആൾക്കാരും അങ്ങനെ എല്ലാതരം എന്താ പറയുക, എന്താ ബുദ്ധിമുട്ടൊന്നും വരികയെന്ന് പറയാൻ പറ്റില്ല. കണ്ടില്ലേ, ഇങ്ങനെയാണ് കയാക്കർമാർ പോകുന്നത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സാഹസമാണ്. അപ്പം ഇതിനിവിടെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതൊക്കെ ഒന്ന് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, ഇതിൽ കൂടുതലും വിദേശികളാണുള്ളത്. ഇന്ത്യക്കാർ കുറച്ച് പേര് ഉള്ളൂ, പിന്നെ മലയാളികളും ഉണ്ട് കേട്ടോ. കൊച്ചിയിൽ നിന്ന് വന്ന കുറച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂൾ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഫൈനലിൽ എല്ലാം തന്നെ വിദേശ താരങ്ങളായിരുന്നു. ന്യൂസിലാൻഡും മലേഷ്യ അങ്ങനെ ഒരുപാട് രാജ്യത്തു നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പം വെള്ളം കുറച്ച് അധികമുണ്ട്, നല്ല മഴയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഫൈനലിൻ്റെ അന്ന് മാത്രം മഴ കുറച്ച് കുറവായിരുന്നു. കുറച്ച് നല്ല കുറവായിരുന്നു. കണ്ടില്ലേ, ഇതൊക്കെ അവരുടെ പ്രാക്ടീസിൻ്റെ, അവരെത്രയോ കാലങ്ങളായിട്ട് ചെയ്യുന്ന പ്രാക്ടീസ് കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആർക്കെങ്കിലും ഈ കയാക്കിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഇതിനുള്ള കോച്ചിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിയിൽ പുലിക്കയത്താണ്. അല്ലേ, അതങ്ങനെ കാണുമ്പോൾ നല്ല അടിപൊളിയാണ്. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സാഹസമാണ്. പക്ഷേ ഇതിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാ എന്താ പറയുക, സുരക്ഷയോടും കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. കണ്ടില്ല, അങ്ങനെ ഇപ്പം അത് കണ്ടില്ല വന്നത്, അതുപോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഇതൊരു പ്രത്യേക സ്റ്റൈലുള്ള ഒരു തുഴ അറിയാലോ. അങ്ങനെ ഇത് ഫിനിഷിംഗ് പോയിൻ്റ് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആർക്കെങ്കിലും പഠിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നാൽ മതി. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ ആ പഠിപ്പിക്കുന്ന അവരുടെ നമ്പറൊക്കെ അയച്ചു തരുന്നതായിരിക്കും. ഇനി വൈകുന്നേരം ഇവർക്കുള്ള സമ്മാനം ആരാ ഫസ്റ്റ്, മറ്റേ റാപ്പിഡ് റാണിയൊക്കെ തിരഞ്ഞെടുക്കാനുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള അത് സമാപന സമ്മേളനമായിട്ട് വൈകുന്നേരം അത് ഇലന്തുകടവിൽ വെച്ച് തന്നെയാണ് കേട്ടോ നടക്കുന്നത്. അപ്പം ഇതിനൊക്കെ ഓരോ ടൈമിങ്ങുകളാണ്. അപ്പോൾ ആരാ ഫസ്റ്റ് വന്നത്, അങ്ങനെ എല്ലാ തരം അങ്ങനത്തെ നോക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് സമ്മാനദാനം ഉള്ളത്. മന്ത്രി റിയാസാണ്. അപ്പോൾ കണ്ടാലോ, സമാപന സമ്മേളനത്തിൽ നമ്മളെ മന്ത്രി റിയാസ് ഉണ്ട്, പിന്നെ ഇവിടുത്തെ MLA ലിൻഡോ ജോസഫ് ഉണ്ട്, പല വിശിഷ്ട വ്യക്തികളുണ്ട്. ഇനി അടുത്ത കയാക്കിങ്ങുമായിട്ട് അടുത്ത വർഷം കാണാം.